Good evening, students. Welcome to a lecture series of quantum mechanics. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബോർ തിയറിയിൽ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ എനർജി ലെവൽസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതും എനർജി എങ്ങനെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ രണ്ട് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഓർബിറ്റൽ റേഡിയസിനുള്ള എക്സ്പ്രഷൻ ഡിബ്രോയി ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Rn equal to n square h square epsilon naught divided by pi m e square, equation number 20, and Rn is equal to n square. That means Rn is equal to n square a naught. A naught is h square epsilon naught divided by pi m e square, which is the radius of first Bohr orbit. Radius of Bohr radius എന്നാണ് ഞാൻ വിളിക്കുക. Bohr radius, first Bohr or first orbit, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. എന്താണ് ബോർ പോസ്റ്റ്ലേറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തു. ബോർ പോസ്റ്റ്ലേറ്റിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓർബിറ്റൽ റേഡിയസും ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. അതിന് ഡിബ്രോയി ഹൈപ്പോത്തസിസുമായിട്ടുള്ള കണക്ഷൻ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്നത്തെ ലെക്ചറിൽ എനർജി ലെവൽസ് നമുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ ബോർ തിയറിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചില സർട്ടൻ ഓർബിറ്റുകളിൽ റിവോൾവ് ചെയ്യാണ്. അത്തരം ഓർബിറ്റുകളിൽ ആംഗുലർ മൊമെൻറ്റം ഓർബിറ്റിൽ മൂവ് ചെയ്യാണ്, റിവോൾവ് ചെയ്യാണ്. അതിൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കുമെന്ന് പറഞ്ഞു. സ്പെസിഫിക് ഓർബിറ്റാണ്. അത്തരം ഓർബിറ്റുകൾ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു സർക്കുലർ ഓർബിറ്റിൽ ചില സ്പെസിഫിക് സർക്കുലർ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് കോൺസെപ്റ്റ്. ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണാണ് ഉള്ളത് മൈനസ്. അപ്പോൾ ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാവും. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു mv²/r സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചില സ്റ്റേബിൾ ഓർബിറ്റുകൾ ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ n is equal to 1 എന്നും ഫസ്റ്റ് ഓർബിറ്റ് n is equal to 1, ദിസ് ഇസ് n is equal to 3, അങ്ങനെ ആൻഡ് സോ ഓൺ. ആ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇത്തരത്തിൽ ഓർബിറ്റൽ മോഷനിലുള്ള ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു mv(n²/Rn) is equal to 1/4πε0 e²/Rn². Rn ആണ് nth ബോർ ഓർബിറ്റിൻ്റെ റേഡിയസ് എങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mvn²/Rn ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 1/4πε0 e²/Rn². അതിൽ നിന്ന് നമ്മൾ vൻ്റെ എക്സ്പ്രഷൻ നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. E ഡിവൈഡഡ് ബൈ, ഇത് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും E ഡിവൈഡഡ് ബൈ 4πε0 mRn. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻ nth Bohr or nth orbit, Vn is equal to E divided by root of 4πε0 mRn, which is equation number 21 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 20a എന്ന് റെപ്രസെൻറ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയറായി. അപ്പോൾ ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് നിങ്ങൾക്കറിയാം. ടോട്ടൽ എനർജി nth ഓർബിറ്റ് ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ n എന്ന് സ്പെസിഫൈ ചെയ്തു, സഫിക്സ് n എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് half m
Vn square. And potential energy is minus E square divided by 4 pi epsilon naught Rn. മൈനസ് ഇ ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ഇ, ഇതിൻ്റെ പ്ലസ് ഇ ആണ്. തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ എൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ പ്ലസ് ഇ ഇൻറ്റു മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ആർ എൻ എന്ന് പറയും. ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ഒരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. So potential energy is minus E square by 4 pi epsilon naught R. That this negative sign also represents that the electrostatic force is attractive. Attractive ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 22 എന്നും ഇക്വേഷൻ നമ്പർ 23 എന്നും റെപ്രസെൻറ്റ് ചെയ്യും. സോ വി എൻ എന്ന് പറയുന്നത് നമ്മൾ ഇ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 pi epsilon naught ആർ എൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 22 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് എം ഇൻറ്റു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi epsilon naught ആർ എൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എം ആർ എൻ ആണ് അവിടെ. സോ ഈ എമ്മും വെട്ടിപ്പോയി. ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi epsilon naught ആർ എൻ. നമ്മൾ ഈ ഒരു ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി നമ്മളുടെ റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഡിസ്കസ് ചെയ്തപ്പോൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi epsilon naught ആർ എൻ. ദെൻ ടോട്ടൽ എനർജി ഇ എൻ ഇസ് ഈക്വൽ ടു kinetic energy plus potential energy E square divided by 8 pi epsilon naught Rn minus E square divided by 4 pi epsilon naught Rn. അപ്പോൾ നമുക്ക് എന്ത് LCM എടുക്കാം. 8 pi epsilon naught Rn E square minus 2 E square that is equal to minus E square divided by 8 pi epsilon naught Rn. This is the total energy En minus E square divided by 8 pi epsilon naught R. Equation number 24. അപ്പോൾ ടോട്ടൽ എനർജി നോക്കൂ. ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ്. ടോട്ടൽ എനർജി ഹിയർ ഈസ് നെഗറ്റീവ്. ആ നെഗറ്റീവ് സൈനിന് വളരെ പ്രസക്തിയുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ടേം ആണ് കൈനറ്റിക് എനർജി ടേമിനേക്കാളും കൂടുതൽ. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്തത്. ആ നെഗറ്റീവ് സൈൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നും ഒരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം ആണെന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസുമായിട്ട് എന്താ പറയുക ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ബലത്തിലാണ് ഈ ഓർബിറ്റൽ മോഷൻ ഇലക്ട്രോൺ ഉണ്ടാക്കുന്നത്. അതായത് ന്യൂക്ലിയസുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ആൻ അറ്റോമിക് ഇലക്ട്രോൺ. ആറ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എനർജി നെഗറ്റീവായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഇലക്ട്രോൺ ഫ്രീ ആയാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ആ ന്യൂക്ലിയർ മോഷനുമായിട്ട് ഉള്ള ബന്ധം, അതായത് ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി നമ്മൾ 0 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ പറയും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ജസ്റ്റ് nth ഓർബിറ്റിൻ്റെ എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi epsilon naught ആർ എൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ആർ എൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർ. സോ ഇ എൻ ക്യാൻ ബി റിട്ടൺ ആസ് minus E square divided by 8 pi epsilon naught into n square h square epsilon naught into pi m E square. That is equal to minus m e raised to 4 divided by e pi m വെട്ടിപ്പോയി divided by 8
epsilon naught h square, 8 epsilon naught square, epsilon naught into epsilon naught square, h square into 1 by n square. ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. Equation number 25. Again, energy is negative. Okay. ഇപ്പോൾ ഇതിൽ നമുക്ക് n is equal to 1 ആകുമ്പോൾ first orbit n is equal to 1 first orbit E1 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എമ്മിന് വാല്യൂ കൊടുക്കുക. ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 31 ആണ്. ഇ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു എപ്സിലോൺ നോട്ട് 8.85 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 12 ആണ്. എപ്സിലോൺ നോട്ട് സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഇൻറ്റു എച്ച് 6.625 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 34 ഹോൾ സ്ക്വയർ. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് E1 is equal to minus 2.18 into 10 raised to minus 18 joule, or you can simply write it as minus 21.8 into 10 raised to minus 19 joule. ജൂളിലാണ് എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ് ഫസ്റ്റ് ബോർ ഓർബിറ്റിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളതൊന്ന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് 21.8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 ഇലക്ട്രോൺ വോൾട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ 10 റൈസ് ടു മൈനസ് 18 ഓർഡറിലാണ് ജൂളിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവുന്നൊരു എനർജി റേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. So its value is minus 13.6 electron volt. So E1 is equal to minus m e raised to 4 divided by 8 epsilon naught square h square is equal to minus 13.6 electron volt. Okay. Equation number 26. Okay. So we can simply write En is equal to E1 divided by n square, or simply you can write it as minus 13.6 divided by n square electron volt, which is equation number 27. Here n can be 1, 2, 3, etc. Okay, ഇതാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഇലക്ട്രോൺ വോൾട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. E1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് 13.6 ആണെന്നും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ n is equal to 2 എത്ര വരും? n is equal to 2 നമ്മൾ n is equal to 2 കൊടുക്കുമ്പോൾ En is equal to minus 13.6 divided by 2 square electron volt. That value is minus 3.40 electron volt ആണ് വരിക. അതിനെ നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്താൽ it will be minus 5.43 into 10 raised to minus 19 joule. And for n is equal to 3, En is equal to minus 13.6 E3. ഇവിടെ E2 എന്ന് റെപ്രസെൻറ്റ് minus 13.6 into divided by 3 square electron volt. That is equal to minus 1.51 electron volt. That ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ minus 2.42 into 10 raised to minus 19 joule. And for n is equal to 4, E4 can be written as
minus 13.6 divided by 4 square electron volt. That is equal to minus 0.85 electron volt. That is equal to minus 1.36 into 10 raised to minus 19 joule. And E5 is equal to, that means for n is equal to 5, E5 can be written as minus 13.6 divided by 5 square electron volt. That is equal to minus 0.54 electron volt. That is equal to minus 0.87 into 10 raised to minus 19 joule. അപ്പോൾ നമ്മൾ ജൂളിലും ഇലക്ട്രോൺ വോൾട്ടിലും ഡിഫറെൻറ്റ് എനർജി ലെവൽസുകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഒന്ന് പിക്ചോറിയലി ഈ എനർജി ലെവൽസ് നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നമുക്കൊരു സ്പെക്ട്രൽ എനർജി ലെവൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പെക്ട്രൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഈക്വലി സ്പേസ്ഡ് അല്ല. അതായത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, E1 എന്ന് പറയുന്നത് മൈനസ് 13.6 ആണ് കിട്ടിയത്. E2 എന്ന് പറയുന്നത് മൈനസ് 3.40 ഇലക്ട്രോൺ വോൾട്ട് ആണ് കിട്ടിയത്. E3 എന്ന് പറയുന്നത് മൈനസ് 1.51 ഇലക്ട്രോൺ വോൾട്ട്. E4 ഈസ് minus 0.85 electron volt and E5 is minus 0.54 electron volt. ഈ രൂപത്തിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇത് മൂവ് ചെയ്ത് n is equal to infinity ആവുക. n is equal to infinity ആവുമ്പോൾ E infinity is equal to minus 13.6 divided by infinity electron volt എന്ന് വരും. That is equal to 0 electron volt. n is equal to infinity എന്ന് പറഞ്ഞാൽ that electron is not bound to the nucleus. Electron is not bound to the nucleus. That means it is not an atomic electron. That is, it is not an atomic electron. It is actually a free electron. ഫ്രീ ഇലക്ട്രോൺ ആറ്റവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പോകുന്നതാണ് നമ്മൾ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. So electron is not actually bound to the nucleus. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. n is equal to 1. n is equal to 1 ആവുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്മൾ എനർജി സ്കെയില് ഒരു സ്ട്രൈറ്റ് ലൈൻ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ n is equal to 1 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. That value is minus 13.6 electron volt. നമ്മളിവിടെ എനർജിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ, എനർജി ജൂളിൽ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, minus 13.6. ഇനി അടുത്ത സെക്കൻഡ് ലെവൽ എത്രയാണ്? n is equal to 2 ഇവിടെയാണ് വന്നത്. n is equal to 2. That value is
minus 3.40 electron volt. Okay. ഇതിൻ്റെ ജൂളിലെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മൈനസ് 21.8 ഇൻറ്റു 10⁻⁻19 ജൂൾ. ഇത് മൈനസ് 5.43 ഇൻറ്റു 10⁻⁻19 ജൂൾ. ഓക്കെ, n is equal to 3 എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1.51 minus 1.51 electron volt. n is equal to 3. അപ്പോൾ അവിടെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? ദാറ്റ് വാല്യൂ ജൂളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 2.42 ഇൻറ്റു 10⁻⁻19 ജൂൾ. ആൻഡ് n is equal to 4. കുറച്ചും കൂടി ക്ലോസറായി ദാറ്റ് വാല്യൂ ഈസ് മൈനസ് 0.85 ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് ജൂളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1.36 ഇൻറ്റു 10⁻⁻19 ജൂൾ. ആൻഡ് ദിസ് ഈസ് n is equal to 4. ആൻഡ് n is equal to 5 ആകുമ്പോൾ കുറച്ചും കൂടി ക്ലോസറായി മൈനസ് 0.54 n is equal to 2, n is equal to 3, n is equal to 4. This is n is equal to 5.54 electron volt, and its value is minus 0.87 into 10⁻⁻19 joule. ഇനി അടുത്ത ലെവലാകുമ്പോൾ കുറച്ചും കൂടി ക്ലോസ്ഡ് ആവും. അങ്ങനെ n is equal to ഇൻഫിനിറ്റി എത്തുമ്പോഴേക്കും n is equal to ഇൻഫിനിറ്റി എത്തുമ്പോഴേക്കും ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം പോലെയാവും. വളരെ ക്ലോസ്ഡായി കണ്ടിന്യൂസ് സ്പെക്ട്രം ആവും. ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് 0 ആണ്. എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് 0 ഇലക്ട്രോൺ വോൾട്ട്. ദിസ് ഈസ് ഫ്രീ ഇലക്ട്രോൺ. n is equal to ഇൻഫിനിറ്റിയിൽ ഇതിനെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. n is equal to 1. So these are the excited states. ഓക്കെ, ഇതാണ് ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡി ബ്രോയി കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു n ലാംഡ is equal to 2πrn എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ n is equal to 1 ആവുമ്പോൾ എന്താ, 1 സിംഗിൾ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 2πr1 എന്നുള്ളതാണ് സർക്കംഫറൻസ്. അപ്പോൾ ഒന്ന് പിക്ചോറിയലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേവ് ലെങ്ത്തിന് ഈക്വലൻ്റ് ആണ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. n is equal to 1. ഇനിയോ n is equal to 2 ആകുമ്പോഴോ 2 വേവ് ലെങ്ത് ഉണ്ടാവും അതിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. Okay, this is for n is equal to 2. And for n is equal to 3, we can observe 3 wavelength. 3 lambda is equal to, here 2 lambda is equal to 2πr2. ആണ് വരിക. ഇവിടെ n is equal to 3. 3 lambda is equal to 2πr3. ഇനി n is equal to 4 ആവുമ്പോൾ n is equal to 4. അതുപോലെ n is equal to 5 റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ
4 lambda is equal to 2 pi r4. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എനർജി ലെവൽസുകളെ റെപ്രസെൻറ്റ് ചെയ്തു. ഇത് കറസ്പോണ്ടിങ് ഡി ബ്രോയി വേവ് ലെങ്ത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ 1 full wavelength is equal to circumference. ഇവിടെ 2 lambda is equal to circumference. Here 3 lambda is equal to circumference. Here 4 lambda is equal to circumference. And energy levels are not equally spaced. Very important concept എന്ന് പറയുന്നത് energy levels എന്ന് പറയുന്നത് energy levels are not equally spaced. Equally spaced. En is proportional to 1 by n square. Okay, energy level is proportional to 1 by n square. Equally spaced അല്ല. അപ്പോൾ n ലാർജ് ആവുന്നതിനനുസരിച്ച് എനർജി ലെവൽസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാകും, ക്ലോസർ ആവും. n is equal to infinity ഒക്കെ എത്തുമ്പോഴേക്കും ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലേക്ക് നമ്മൾ എത്തും. n is equal to infinity എന്ന് പറഞ്ഞാൽ E is equal to 0, എനർജി is equal to 0 എന്നുള്ളതാണ്. That corresponds to a free electron, not an atomic electron. Okay, clear. Next. So these are called the excited states and this is called the ground state. അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഇങ്ങനെയാണ് ഹൈഡ്രജൻ്റെ എനർജി ലെവൽസ് എങ്കിൽ എങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. That concept is called ionization energy. Ionization energy. Ionization energy എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനെ അയണൈസ് ചെയ്യാൻ വേണ്ട എനർജി. അതായത് അതിൽ ഒരു അറ്റോമിക് ഇലക്ട്രോണിനെ ഔട്ടർമോസ്റ്റ് അല്ലെ ഒരു അറ്റോമിക് ഇലക്ട്രോണിനെ ഫ്രീ ഇലക്ട്രോൺ ആക്കാൻ വേണ്ട എനർജിയാണ്. നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ionization energy is the energy needed to remove an electron from its ground state from an atom in its ground state. ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എത്ര എനർജി കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം E1 എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് E1 ആണ്. E1 that is equal to minus 13.6 electron volt. അപ്പോൾ ഇതിലുള്ള ഇലക്ട്രോണിനെ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ ഫ്രീ ആക്കണമെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം? പ്ലസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് കൊടുക്കണം. 13.6 ഇലക്ട്രോൺ വോൾട്ട് സപ്ലൈ കൊടുത്താലാണ് നമ്മളുടെ ആറ്റം അയണൈസ് ചെയ്യപ്പെടുന്നത്. സോ അയണൈസേഷൻ എനർജി ഈസ് ഫോർ എ ഹൈഡ്രജൻ ആറ്റം ഈസ് മൈനസ് E1. Ionization energy can be represented as minus E1 or simply write it as 13.6 electron volts for a hydrogen atom. മറ്റുള്ള ആറ്റത്തിന് എനർജി ലെവൽസ് വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ 13.6 ആണ്. ഡിഫറെൻറ്റ് മെറ്റലുകൾ ഡിഫറെൻറ്റ് എലമെൻറ്റുകൾക്ക് ഡിഫറെൻറ്റ് അയണൈസേഷൻ എനർജിയാണ് കിട്ടുക. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രോബ്ലം മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അയണൈസേഷൻ മറ്റുള്ള എലമെൻറ്റുകളുടെ അയണൈസേഷൻ എനർജിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഇതുവരെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത ഇപ്പോൾ En is equal to minus 13.6 electron volt divided by n square നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ 27 എഴുതിയിട്ടുണ്ടായിരുന്നു. എനർജി ലെവൽസ് എങ്ങനെയാണ് വരുന്നത് എന്നും എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണെന്നും എനർജി ലെവൽസ് ഈക്വലി സ്പേസർ അല്ല എന്നുള്ളതും ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. എങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസ് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് സ്പെസിഫിക് വേവ് ലെങ്ത്തുകളിൽ മാത്രം സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അത് ബോർ മോഡലിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒറിജിൻ ഓഫ് ലൈൻ സ്പെക്ട്ര. Origin of line spectra. So നമ്മൾ ബോറിൻ്റെ പോസ്റ്റുലേറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ബോർ പോസ്റ്റുലേറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ബോർ പോസ്റ്റുലേറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രണ്ട് എനർജി ലെവൽസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇനീഷ്യൽ എനർജി ലെവൽ, അതിൻ്റെ ക്വാണ്ടം നമ്പർ Ni എന്നും Nf എന്ന് പറയുന്ന മറ്റൊരു ലെവൽ. ഇവിടെയുള്ള ഒരു അറ്റോമിക് ഇലക്ട്രോൺ ലോവർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇറ്റ് വിൽ എമിറ്റ് എ ഫോട്ടോൺ ഓഫ് എനർജി E is equal to h nu. This h nu is equal to EI minus EF. ഡിഫറൻസ് ഇൻ എനർജിക്ക് ഇക്വലൻ്റ് ആയിരിക്കും ദറ്റ് എനർജി എന്നുള്ളത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാം. ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഹയർ എനർജി ലെവലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് മൈനസ് ഫൈനൽ എനർജി ഈസ് ഈക്വൽ ടു ദ ഫോട്ടോൺ എനർജി. ഇത് നമ്മൾ ബോർ പോസ്റ്റുലേറ്റിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ഒരു ഹയർ ലെവലിൽ നിന്ന് ഒരു ലോവർ ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ആ രണ്ട് ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ആ അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു EI മൈനസ് EF ഡിവൈഡഡ് ബൈ എച്ച് എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സ്പെസിഫിക് ഫ്രീക്വൻസിയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക്, സ്പെസിഫിക് വേവ് ലെങ്ത്തുകളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ് ചെയ്യുക. ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല കിട്ടുക, ഡിസ്ക്രീറ്റ് ലൈൻ സ്പെക്ട്രമാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഇത് ബോർ തിയറിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫാക്റ്റാണ് ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്ന ലൈൻ സ്പെക്ട്രമാണെന്നും, എന്താണ് ബാൽമർ സീരീസ്, എന്താണ് പാസ്റ്റൺ സീരീസ്, എന്താ ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്, എന്താണ് ലൈമൻ സീരീസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അത് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്തൊരു കാര്യമാണ് ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ സ്പെക്ട്രം ഒരു ലൈൻ സ്പെക്ട്രമാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ബോർ മോഡലിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ബോർ പോസ്റ്റുലേറ്റ് പ്രകാരം ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ആ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ഇൻ എനർജിക്ക് തുല്യമായിരിക്കും. സോ ഫ്രീക്വൻസി വിൽ ബി EI മൈനസ് EF ഡിവൈഡ് ബൈ H. അപ്പോൾ ഒരു ഹയർ ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഹയർ ലെവലാണ്. NF എന്ന് പറയുന്നത് ഒരു ലോവർ ലെവലാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ ഫോർമുല വെച്ചിട്ട് നമുക്കറിയാം, ഇവിടുത്തെ എനർജീനെ നമുക്ക് EI എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ith ലെവലിലെ എനർജീനെ EI എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. fth ലെവൽ, അതായത് ലോവർ ലെവലിനെ EF എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് EI ആൻഡ് ദിസ് ഈസ് EF. സോ അതുകൊണ്ട് തന്നെ EI എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? E1 ഡിവൈഡഡ് ബൈ Ni സ്ക്വയർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് Ni ആണ്. ഓക്കെ, EI. And EF is equal to E1 divided by NF square. E1 എന്ന് പറഞ്ഞാൽ മൈനസ് 13.6 ആണ്. സോ EI മൈനസ് EF ഈസ് ഈക്വൽ ടു E1 ഇൻറ്റു 1 ബൈ Ni സ്ക്വയർ മൈനസ് 1 ബൈ NF സ്ക്വയർ. So the frequency nu is equal to EI minus EF divided by H.
ഇക്വേഷൻ നമ്പർ 29 എന്ന് കൊടുക്കാം. 29. ഇതിന് ഇക്വേഷൻ നമ്പർ 28 എന്ന് കൊടുക്കുക. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 29. സോ ന്യൂ ഇസ് ഈക്വൽ ടു EI മൈനസ് EF ഡിവൈഡ് ബൈ H. ക്ലിയർ ആയി? സോ nu is equal to E1 divided by CH into 1 by Ni square minus 1 by Nf square. So that is equal to, നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്താൽ മൈനസ് E1 divided by CH into 1 by Nf square minus 1 by Ni square. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കാരണം E1 എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്, -13.6 ആണ്. അപ്പോൾ ആ നെഗറ്റീവ് സൈൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് E1 by CH നൽകിയത്. 1 by Nf square മൈനസ് 1 by Ni square എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് ന്യൂ. C is equal to nu lambda. So nu is equal to C by lambda. Or lambda is equal to C by nu. So 1 by lambda is nu by C. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ nu by C കണ്ടുപിടിക്കാം. അപ്പോൾ E1 divided by C square H9. സോറി, E1 divided by H ഉള്ളൂ ഇവിടെ. C റെപ്രസെൻറ്റ് ചെയ്താണ്, C ആവശ്യമില്ല. E1 divided by H ആണ്. അപ്പോൾ E1 divided by CH എന്ന് വരും. E1 divided by H ആണ് ഈ റിലേഷൻ. നമ്മൾ എഴുതിയേക്കുന്നതൊന്നും കൂടി നമുക്ക് ന്യൂ ഇസ് ഈക്വൽ ടു, ഞാൻ എഴുതിയത് മിസ്റ്റേക്ക് ഉണ്ടോ എന്നറിയില്ല, E1 divided by H into 1 by Ni square minus 1 by Nf square എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 29. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ന്യൂ ബൈ സി ഇസ് ഈക്വൽ ടു മൈനസ് E1 divided by CH into 1 by Nf square minus 1 by Ni square എന്ന് നമുക്ക് കിട്ടി. നമുക്കൊരു റിഡ്ബർഗ് ഫോർമുല കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ദിസ് ഈസ് 1 by ലാംഡ. വേവ് നമ്പർ എന്നൊക്കെയാണ് നമ്മൾ 1 by ലാംഡയുടെ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 30 എന്ന് കൊടുക്കാം. നമ്മളൊരു റിഡ്ബർഗ് ഫോർമുല ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. One by lambda is equal to R into 1 by N1 square minus 1 by N2 square എന്നൊക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. N2ൽ നിന്ന് Nലേക്കുള്ള ട്രാൻസിഷനൊക്കെയാണ് നമുക്ക് എളുപ്പത്തിന് കുറച്ചും കൂടി Ni square by Nf square divided by Ni square എന്ന് Ni Nf അങ്ങനെ ട്രാൻസിഷൻ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. റിഡ്ബർഗ് ഫോർമുല എന്ന് പറയുന്നത്, റിഡ്ബർഗ് അല്ലെങ്കിൽ ബാൽമർ ഫോർമുല എന്നൊക്കെ, ബാൽമറിൻ്റെ മോഡിഫൈഡ് ഫോമാണ് റിഡ്ബർഗ് ഫോർമുല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് റിഡ്ബർഗ് ഫോർമുല. ആ റിഡ്ബർഗ് ഫോർമുലയും ഈ ഫോർമുലയും ഇക്വലൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഇക്വലൻ്റ് ആണെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൈനസ് E1 divided by CH എന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് E1ൻ്റെ വാല്യൂ മൈനസ് m(e⁴) ഡിവൈഡഡ് ബൈ 8 epsilon naught square h square into 1 by CH എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ മൈനസ് മൈനസും പ്ലസ് ആയി. അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ m(e⁴) by 8 epsilon naught square CH³ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ എമ്മിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, e⁴ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എപ്സിലോൺ നോട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിക്കും h³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you will get a value that is equal to 1.097 into 10⁻⁷ meter raised to -1, which is the Rydberg constant R.
Rydberg constant R. Okay. This is the Rydberg constant. So നമുക്ക് അത് കിട്ടി, ആ റിലേഷൻ കിട്ടി, Rydberg constant. അപ്പോൾ നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 1/λ is equal to minus E1 divided by CH into 1/NF square minus 1/NI square. ഇതാണ് Rydberg ഫോർമുല, അല്ലെങ്കിൽ ഇതിന് ദിസ് ഈസ് ആക്ച്വലി R. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ലൈമൻ സീരീസിനും ബാൽമർ സീരീസിനും പാസ്റ്റൺ സീരീസിനും ഒക്കെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലൈമൻ സീരീസ് എന്ന് പറയുന്നത് n=1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ട്രാൻസിഷനാണ്. ഇപ്പോൾ ലൈമൻ സീരീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ n=1ലേക്കുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ NF എന്ന് പറയുന്നത് 1 ആണ്, NI എന്ന് പറയുന്നത് 2 ഹയർ ലെവൽസ് 2, 3, 4 എക്സെട്ര ഈ രൂപത്തിലാണ്. സോ 1/λ is equal to minus E1 divided by CH into 1/1 square minus 1/n square എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. where n is equal to 1, 2, 3, 4 എക്സെട്ര. ഇത് UV റേഞ്ചിലാണ് നമുക്ക് കിട്ടുക. ബാൽമർ സീരീസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഹയർ ലെവലിൽ നിന്ന് n=2നേക്കാളും ഹയർ ആയിട്ടുള്ള ലെവലുകളിൽ നിന്ന് n=2 സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ NF എന്ന് പറയുന്നത് ഇവിടെ ഇൻ ദിസ് കേസ് NF is equal to 2. NF is equal to 2 and NI can be 3, 4, 5 etc. So 1/λ can be written as minus E1 divided by CH, അല്ലെങ്കിൽ നമുക്ക് R എന്നും റെപ്രസെൻറ്റ് ചെയ്യാം, രണ്ട് സെയിം തന്നെയാണ്. 1/2 square minus 1/n square, where n is equal to 3, 4, 5 etc. And for Paschen series, NF is equal to 3. NI can be 4, 5, 6 etc. So 1/λ is equal to minus E1 divided by CH into 1/3 square minus 1/n square, where n can be 4, 5, 6 etc. Bracket series NF is 4, fourth ലെവലിലേക്കുള്ള ട്രാൻസിഷനാണ്. NI can be 5, 6, 7 etc. So 1/λ can be written as minus E1 divided by CH into 1/4 square minus 1/n square, where n can be 5, 6, 7 etc. Okay, and fun series transition to n is equal to 5, NF is equal to 5, NI can be 6, 7, 8 etc. 1/λ is equal to minus E1 divided by CH into 1/5 square minus 1/n square, where n can be 6, 7, 8 etc. IR റീജിയനിലുള്ളതാണ് പാസ്റ്റൺ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ലൈമൻ സീരീസ് എന്ന് പറയുന്നത് UV റേഞ്ചിലാണ് വരിക. ബാൽമർ സീരീസ് എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ചിലാണ്. ഇതിൻ്റെ ഈ ഒരു സ്പെക്ട്രൽ സീരീസ് നമ്മൾ അറ്റോമിക് സ്പെക്ട്ര എന്ന് പറയുന്ന ലെക്ചറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ബോർ മോഡൽ വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
അവിടെ -E1/CH എന്ന് പറയുന്നത് വിച്ച് ഈസ് ആക്ച്വലി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ റെഡ്ബർഗ് കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ബോർ മോഡൽ കൃത്യമായിട്ട് എനർജി ലെവൽസിനെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എനർജി ലെവൽ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ബോർ മോഡലിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല റുദർഫോർഡ് മോഡലിലുണ്ടായിരുന്ന അറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ ഇവിടെ സോൾവ് ചെയ്യാനും പറ്റി. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ക്വാണ്ടൈസേഷനിലൂടെ ബോർ ഓർബിറ്റുകൾ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് ആണെന്നും സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റ് ആണെന്നും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ, ഹൈഡ്രജൻ സ്പെക്ട്രവും അതേപോലെ തന്നെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് ബോർ മോഡലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ബോർ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായിട്ട് കണക്കാക്കുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് 1925 എത്തുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കലി ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ബോർ തിയറിയുമായി ഒരുപാട് കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബോർ തിയറിയുടെ ഒരു കുറച്ചും കൂടി ആക്യുറേറ്റ് വെർഷനായിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ എനർജി ലെവൽസ് ഞാനൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്.